ഈ ഒരു കാര്യം ചെയ്യാതിരുന്നാൽ അപകടമുണ്ടാകും. ഇതാണ് തൊട്ടിക്കുഴി. റിങ്ങുള്ള കിണറുകളിൽ ഇതിന് മാറ്റം വരുത്തരുത്. കാറ്റും വെളിച്ചവും അകത്ത് കയറുന്ന നെറ്റിട്ട് വേണം കിണർ മൂടാൻ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ഇവിടെ ഒരു കാര്യം നടക്കാൻ പോകും. 2-3 വർഷം കൂടുമ്പോൾ കിണറുള്ള വീടുകളിൽ നടക്കുന്ന ഒരു സംഭവമാണിത്. പല സ്ഥലങ്ങളിലും ഇതിന് പല പേര് പറയും. ഞങ്ങളുടെ നാട്ടിൽ കിണർ തേയുക എന്ന് പറയും, ചിലർ കിണർ ഇറക്കുക എന്ന് പറയും, വേറെ ചിലടത്ത് കിണർ ചാർജിങ് എന്ന് പറയും. ഏതാണേലും ഒന്ന് തന്നെ. നമ്മുടെ കിണർ ഇന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. സാധാരണ വേനൽ കഴിയാറാകുന്ന ആ സമയത്താണ്. അപ്പോഴേക്കും കിണറ്റിലെ വെള്ളം വളരെ കുറവായിരിക്കും. അപ്പോഴാണ് നമുക്ക് കിണർ ക്ലീൻ ചെയ്യാനായിട്ട് ഏറ്റവും സൗകര്യം. അപ്പോൾ ഇന്ന് കിണർ ക്ലീൻ ചെയ്യാനുള്ള ആൾക്കാർ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ഇവർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് ഞങ്ങളുടെ കിണർ. പട്ടി, പൂച്ച അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മെറ്റൽ ഫ്രെയിമുണ്ട്. അതിൻ്റെ മുകളിൽ നെറ്റിട്ട് മൂടിയിരിക്കുകയാണ്. ഇലകളും പൊടികളും ഒന്നും താഴോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. കിണർ തേകുന്നതിൻ്റെ 2 ദിവസം മുമ്പേ ഇതിലൊരാൾ വന്ന് ഈ നെറ്റെല്ലാം മാറ്റിയിട്ടു. എന്തിനാന്നോ? അകത്തേക്ക് വായു കയറിയിറങ്ങാൻ. രാവിലെ 6 മണി കഴിഞ്ഞപ്പോഴേക്കും ആയുധങ്ങളുമായി അവരെത്തിക്കഴിഞ്ഞു. ഇങ്ങനെയുള്ള ജോലികൾ ഏർലി മോർണിംഗ് തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യും. കാരണം അധികം വെയിലാകുന്നതിന് മുമ്പ് തന്നെ പണി തീർത്തിരിക്കണം. പേരുകൊണ്ട് അവർ വളരെ ഫേമസ് ആണ്, സത്യനും മധുവും. ചാക്കിൽ കെട്ടിക്കൊണ്ടുവന്ന അവരുടെ ടൂൾസൊക്കെ എടുത്ത് അവർ താഴെ നിരത്തുകയാണ്. കയറുണ്ട്, കപ്പിയുണ്ട്, പിന്നെ ഓസുണ്ട്, പിന്നെ ഒരു വലിയ ബക്കറ്റും ഉണ്ട്. ഇവർക്കൊക്കെ സഹായിയായിട്ട് ജോക്കുട്ടിനും കൂടെയുണ്ട്. ആദ്യം തന്നെ 2 കൊതുക് തിരി കത്തിച്ചു വെച്ചു. ഇവിടെ കൊതുകുകളുടെ വട്ടമേശ സമ്മേളനമാണ്. കിണറ്റിനകത്തുള്ള വെള്ളമെല്ലാം വെളിയിലോട്ട് കളയാൻ വേണ്ടിയിട്ട് അവർ പൈപ്പ് കണക്ട് ചെയ്യാണ്. ആ ഓസും പൈപ്പും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് പഠിച്ച പണി 18 അവർ നോക്കുകയാണ്. പക്ഷെ കാര്യം സാധിച്ചില്ല. എത്ര ബുദ്ധിപരമായിട്ട് അവർ കാര്യങ്ങൾ നീക്കി. 2 പൈപ്പ് കൊണ്ടുവന്നു, ഒരു പാത്തി കൊണ്ടുവന്നു. എന്നിട്ട് ഒരു പൈപ്പ് മറ്റേ പൈപ്പിനകത്തോട്ട് കയറ്റി. എന്നിട്ട് പാത്തി വഴി വെള്ളം പുറത്തോട്ടും വിട്ടു. കാര്യം സിമ്പിൾ. മാർഗം ഏതാണെങ്കിലും ലക്ഷ്യം ഒന്ന് തന്നെ. കിണറ്റിൽ കിടക്കുന്ന വെള്ളം വെളിയിലോട്ട് കളയുക. മോട്ടോർ ഓണാക്കട്ടെ? അങ്ങനെ കിണറ്റിലുള്ള വെള്ളം മുഴുവനും മോട്ടോർ വഴി പമ്പ് ചെയ്ത് വെളിയിലോട്ട് കളഞ്ഞു. വെള്ളത്തിന് നല്ല രീതിയിൽ ഒഴുകി പോകാനായിട്ട് പല ചാലുകളും ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ എല്ലായിടത്തും കൂടെ അത് സ്പ്രെഡായിപ്പോയി. നമ്മുടെ കിണറിൻ്റെ അകവശം ഇങ്ങനെയിരിക്കും. കപ്പിക്കും കയറിനുമുള്ള സൗകര്യങ്ങളെല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇനിയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു. നോക്കാം. തൊട്ടിയിൽ കെട്ടി ഇറക്കും. അപ്പൊ മെഴുതിരി അണയുമെങ്കിൽ കായുമില്ല. ഡെയിലി നമ്മുടെ വെള്ളം കോർണ കിണറാണെങ്കിൽ കുഴപ്പമില്ല, തുറന്നല്ലേ കിടക്കണേ? തുറന്നാണ് കിടക്കുന്നത്. അപ്പൊ യാറ് മേലോട്ടും താഴോട്ടും വരും. തൊട്ടി നമ്മൾ വലിക്കുമ്പോഴും ഇറക്കുമ്പോ അടച്ചിട്ടേക്കുന്നുണ്ട്. ഈ മോട്ടറിൽ വെള്ളം എടുക്കുന്നുണ്ട്, യാറ് വരില്ല, അങ്ങനെ പോവില്ല. അപ്പൊ നമ്മള് മെഴുതിരി കെട്ടി ഇറക്കും, തൂക്കി ഇറക്കാം. അപ്പൊ മെഴുതിരി അണയുമെങ്കിൽ യാറില്ല. അങ്ങ് അറ്റം വഴി മെഴുതിരി കത്തുമെങ്കിൽ യാറുണ്ട്, കായുണ്ട്. അങ്ങനെയാ. അത് ഡേഞ്ചറാണ്. അത് ശ്രദ്ധിക്കാതൊക്കെ ചെയ്യുന്നിടത്താണെങ്കിൽ അപകടമൊക്കെ നടക്കുന്നത്. അവരൊന്നും നോക്കൂല, ചുമ്മാ ചാടിയങ്ങ് ഇറങ്ങി കൊടുക്കും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കൂടെ നിൽക്കുന്നവർക്കൊന്നും രക്ഷിക്കാനൊന്നും പറ്റൂല. തിരിയും തീപ്പെട്ടിയും റെഡിയായി കഴിഞ്ഞു. ഇനി പ്രാക്ടിക്കൽ സെക്ഷൻ. അങ്ങനെ നമ്മുടെ തിരി, കിണറ്റിലിറക്കിയ തിരി അണയാതെ അതേപടി തന്നെ മുകളിലെത്തി. അതിൻ്റെ അർത്ഥം കിണറ്റിനകത്ത് വായു സഞ്ചാരം ഉണ്ട്. ഇനി ഇറങ്ങാൻ സേഫാണ്. അവൻ അതേപടി കയറി വരുന്നു.
അടുത്തതായിട്ട് കിണറിൻ്റെ അകവശം കഴുകാനായിട്ട് ചൂല് റെഡിയാക്കുവാണ്. അതിൻ്റെ തുമ്പെല്ലാം വെട്ടിക്കളഞ്ഞ് നല്ല കുറ്റിച്ചൂലാക്കി എടുക്കുക. നിനക്ക് കൊതുകടിയും കൊള്ളാൻ മേല, വെയിലും കൊള്ളാൻ മേല അല്ലേ? സത്യൻ ചേട്ടനാണ് സൂപ്പർമാനെ പോലെ റിങ് ചവിട്ടി ചവിട്ടി താഴേക്ക് ഇറങ്ങുന്നത്. ഓരോ റിങ്ങുകളും ചൂല് വെച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്താണ് താഴേക്ക് പോകുന്നത്. മുകളിലത്തെ തൂണിൽ ഫേമായിട്ട് കിട്ടിയ നല്ല വലിയൊരു കയറുണ്ട് ചേട്ടന് സപ്പോർട്ടീവായിട്ട് പിടിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ചേട്ടൻ കിണറിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പോവാണ്. ഓരോ റിങ്ങും മുകളിൽ നിന്ന് ക്ലീൻ ചെയ്താണ് പോകുന്നത്. ഈ സമയം കൊണ്ട് അടുത്തയാൾ നമ്മുടെ മെറ്റൽ റിങ്, അതായത് മൂടിയ നല്ല രീതിയിൽ കഴുകുവാണ്. നമ്മുടെ ചേട്ടനെ നോക്കട്ടെ. ചേട്ടൻ അങ്ങ് താഴെ, ചേട്ടൻ്റെ കയ്യിൽ മുണ്ട് മാത്രം കാണാം. അങ്ങനെ നമ്മുടെ സത്യൻ ചേട്ടൻ 26 റിങ്ങുള്ള നമ്മുടെ കിണറിൻ്റെ ഏറ്റവും അറ്റത്ത് താഴെ ചെന്നു വെള്ളത്തിൽ മുട്ടി. വിയർപ്പിൻ്റെ അസുഖവും കൊതുകുകടിയുടെ അസുഖമുള്ള ആൾ എന്നെ അന്വേഷിച്ച് വരുവാണേ. കിണറിൻ്റെ ആഴങ്ങളിലെത്തിയ ചേട്ടന് ഇനി ആയുധം വേണ്ട. ചേട്ടൻ്റെ ആയുധമാണ് ഈ കയറിൽ മുകളിലേക്ക് വരുന്നത്. അടുത്തതായിട്ട് നമ്മുടെ കപ്പിയിലേക്ക് കയറിട്ടു. ഈ കയറ് വഴി അവർ തൊട്ടി താഴേക്ക് ഇറക്കി അടിയിൽ കിടക്കുന്ന വെള്ളമെല്ലാം എല്ലാം ക്ലീൻ ചെയ്ത് മുകളിലേക്ക് എടുക്കാൻ പോവാണ്. ഈ കിണറിൻ്റെ ആഴങ്ങളിൽ റിങ്, അത് കഴിഞ്ഞ് മണ്ണ്, അത് കഴിഞ്ഞൊരു കുഴിയുണ്ട്. അതിന് പറയുന്നതാണ് തൊട്ടിക്കുഴി എന്ന്. ഇതാണ് തൊട്ടിക്കുഴി. കിണറിൻ്റെ നടുഭാഗത്താണ്. റിങ്ങുള്ള കിണറുകളിൽ ഇതിന് മാറ്റം വരുത്താൻ പാടില്ല. സത്യൻ ചേട്ടൻ സ്പൈഡർമാനെ പോലെയാണ് മുകളിലേക്ക് കയറി വരുന്നത്. നിഷ്പ്രയാസം ആള് മുകളിലെത്തി. കാണുമ്പോൾ എത്ര ഈസിയല്ലേ. കിണറിൻ്റെ അകത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. മെറ്റൽ റിങ് ക്ലീൻ ചെയ്തത് തിരിച്ചു വെച്ചു. കിണറിൻ്റെ ചുറ്റും നിന്നിരുന്ന വാഴകളും എല്ലാം വെട്ടിമാറ്റി റിങ് മണ്ണിൻ്റെ മുകളിലാക്കി. മുകളിൽ നമ്മുടെ വീട്ടിലിരുന്ന് ഒരു നെറ്റ് എടുത്തിട്ട് മൂടിയതാണ്. പക്ഷേ ഇതല്ല കിണറിനിടുന്ന നെറ്റ്. ആ നെറ്റിൽ കൂടെ കാറ്റും വെളിച്ചവും അകത്തേക്ക് പാസ് ചെയ്യണം. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ നെറ്റ് മാറ്റുന്നതാണ്. 2-3 വർഷത്തിനിടയ്ക്ക് കിണർ തേകാൻ മറക്കല്ലേ.